Next, we will discuss section 3.5 limits involving infinity asymptotes. First, infinite limits. So, നമ്മൾ സെക്ഷൻ 1.1-ൽ ഡിസ്കസ് ചെയ്തിരുന്നു ഒരു ഫങ്ഷൻ. ആ ഫങ്ഷനിൽ അതിൻ്റെ ഡൊമൈനിലൊരു പോയിൻ്റാണ് എക്സ് ഇസിക്വൽ ടു എ എന്ന് പറയുന്നൊരു പോയിൻ്റ്. ഈ പോയിന്റിലേക്ക് റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും എക്സ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വൈ ഏത് പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യും എന്നുള്ളതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വൈ അപ്രോച്ച് ചെയ്യുന്ന ആ നമ്പറിനെയാണ് നമ്മളതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എ നമ്പർ എൽ ആസ് എക്സ് അപ്രോച്ചസ് എ നമ്പർ എ. ഇനി ഈവൻ ഇഫ് എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് അപ്രോച്ച് a finite limit, there are situations in which it is useful to describe the behavior of f of x as x approaches a. ഈ ചില കേസിൽ നമ്മൾ ഈ പറയുന്ന പോലെ എയിലേക്ക് എക്സ് അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് വഴിയിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്തോളണമെന്നില്ല, പക്ഷെ അതിൻ്റെ ബിഹേവിയർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അങ്ങനെ ഒരു പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ വൈ പിന്നെ എന്താണ് അതിൻ്റെ ബിഹേവിയർ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുക, ഫിഗർ 1 എന്നുള്ളത്. ഇവിടെ റൈറ്റ് സൈഡിൽ നിന്നും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നും എക്സ് 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വൈ എന്താണാവുന്നത്? വൈ ലാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ എക്സ് 0ലേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവിടെ വൈ ഇതിങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഈ ഒരു പോയിന്റിലേക്ക് വരുന്നില്ല. ഇവിടെ നമ്മളുടെ ഈ വൈ ആക്സിനെ ടച്ച് ചെയ്യുന്നില്ല, അതിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുള്ളൂ. എന്നുവെച്ചാൽ അത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. സോ ദ ഗ്രാഫ് ഓഫ് എഫ് ഈസ് ഇവിടെ തന്നിരിക്കുന്നത് 1/x² ഗ്രാഫാണ്, y = 1/x². സോ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് = 1/x² ഡസ് നോട്ട് ഹാവ് എ ലിമിറ്റ് ആസ് എക്സ് അപ്രോച്ചസ് 0 because f of x becomes arbitrarily large as x gets arbitrarily close to 0. നമ്മൾ ഫസ്റ്റ് 1.1 പറഞ്ഞിട്ടുള്ള ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ലിമിറ്റ് ഇല്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ നമുക്കതിൻ്റെ ബിഹേവിയർ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറയണത് ഇതെന്താണ് ചെയ്യുന്നത്? ആക്ച്വലി ഫങ്ഷണൽ വാല്യൂ വെരി ലാർജ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന എക്സ്പ്രഷനാണ് ഇത്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഫങ്ഷന് എന്താവണം? അതിൻ്റെ വാല്യൂ ലാർജാണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞത്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1/x² = ഇൻഫിനിറ്റി. ഇപ്പോൾ നമ്മളെ യൂഷ്വൽ സെൻസിൽ എന്താണ് ഇതിന് ലിമിറ്റ് ഇല്ല. ഓക്കെ, സോ മോർ ജനറലി വി ഹാവ് ദ ഫോളോയിങ് ഡെഫിനിഷൻസ്. Infinite limits. Let f be a function defined on an open interval containing a. f എന്ന് പറയുന്നത് ഒരു a കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തൊരു ഫംഗ്ഷനാണ്. എക്സ് വിത്ത് ദ പോസിബിൾ എക്സെപ്ഷൻ ഓഫ് എ ഇറ്റ് സെൽഫ് എന്ന് വെച്ചാൽ എയിൽ ചിലപ്പോൾ അത് ഡിഫൈൻഡ് ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് = ഇൻഫിനിറ്റി എന്ന് നമ്മൾ ഈ പറയപ്പെടുകയാണ്. ഇഫ് ഓൾ ദ വാല്യൂസ് ഓഫ് എഫ് ക്യാൻ ബി മെയ്ഡ് ആർബിട്രറി ലാർജ് ആസ് വി പ്ലീസ് ബൈ ടേക്കിംഗ് എക്സ് സഫിഷ്യൻ്റ്ലി ക്ലോസ് ടു ബട്ട് നോട്ട് ഈക്വൽ ടു എ. അതായത് ഈ എക്സ് ഇതിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫങ്ഷണൽ വാല്യൂ ആർബിട്രറി ലാർജ് എന്ന് വെച്ചാൽ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളെന്ത് എങ്ങനെ എഴുതും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് = ഇൻഫിനിറ്റി എന്ന് എഴുതും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ സിമിലർലി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് = -ഇൻഫിനിറ്റി. അപ്പോൾ ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്, മുകളിലേക്കാണ്. അപ്പോൾ -ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വൈ എന്തായിരിക്കും? ഫങ്ഷണൽ വാല്യൂ ഇത് ഉള്ള വൈ ആക്സിസ് ആണെങ്കിൽ എന്താ വരിക? ഇത് പോകുന്നതിനനുസരിച്ചിട്ട് ഇത് ഇങ്ങനെ ഇവിടെ നമ്മളൊരു ലൈന് വരക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് = എ എന്നുള്ളൊരു ലൈൻ വരക്കുകയാണെങ്കിൽ ഈ ഒരു ലൈനിലേക്ക് ഇതിങ്ങനെ രണ്ട് സൈഡിൽ നിന്നും അപ്രോച്ച് ചെയ്യും. ഓക്കെ, പക്ഷെ അതിലേക്ക് ടച്ച് ചെയ്യില്ല ഒരിക്കലും. എന്നുവെച്ചാൽ ഇത് നെഗറ്റീവ് -ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. സോ
if all the values of f can be made as large in absolute value and negative as we please by taking x sufficiently close to but not equal to a. ഇപ്പോൾ താഴെയുള്ള എക്സാമ്പിൾസ് കൺസിഡർ ചെയ്യാം. ഇവിടെ ഫംഗ്ഷനുകൾ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് എ എന്നുള്ളത്. ഇവിടെ ഇതാണ് നമ്മുടെ പോയിന്റ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഒരു ലൈൻ വരച്ചു, എക്സ് ഈക്വൽ ടു എ എന്നുള്ള ലൈൻ വരച്ചു. ഇനി റൈറ്റിൽ നിന്ന് എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫംഗ്ഷന് ഈ ലൈനിലേക്ക് ഇങ്ങനെ അപ്രോച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും ഇതിൽ ടച്ച് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഇതിങ്ങനെ ആർബിട്രലി ലാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റിൽ നിന്നാണ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ മുകളിലേക്ക് പോയി അങ്ങനെ ലാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലൈനിലേക്ക് ഒരിക്കലും ടച്ച് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഇവിടെ പ്ലസ് ഇൻഫിനിറ്റിയാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്നും എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് ഇത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറ്റും. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്നും എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്താണ്, ഈ ഫസ്റ്റ് ഇതിൽ എ പാർട്ടിൽ അത് ഇൻഫിനിറ്റിയാണ്. എന്ന് വെച്ചാൽ ഇതിലേക്ക് പോകുന്ന സമയത്ത് ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്നാണ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അതാണ് ഇത്. ഓക്കെ, ഇനി ഈ സെക്കൻഡ് കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ അതാണ് ഇവിടെ ഈ തന്നിട്ടുള്ളത്. ഇനി റൈറ്റ് സൈഡിൽ നിന്നാണ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഇത് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ഓക്കെ, ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അതാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഈ രണ്ട് പ്രോബ്ലത്തിലും തന്നിട്ടുള്ള എഫ് ഓഫ് എക്സിൻ്റെ ബിഹേവിയറാണ് എക്സ് എയിലേക്ക് ഓരോ സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. സോ അതിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ദ എക്സ്പ്രഷൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ഇൻഫിനിറ്റി ഈസ് റീഡ് ആസ് ദ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ആസ് എക്സ് അപ്രോച്ചസ് എ ഈസ് ഇൻഫിനിറ്റി. ഇത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ എക്സ്പ്രഷൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എഫ് ഓഫ് എക്സ് ഇക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഇത് വായിക്കുന്നത് ദ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ആസ് എക്സ് അപ്രോച്ചസ് എ ഈസ് നെഗറ്റീവ് ഇൻഫിനിറ്റി. ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് കേസുകൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ എടുക്കുകയാണ്, ഫസ്റ്റ് എ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ എക്സ് ഈക്വൽ ടു എ എന്നുള്ള ഡോട്ടഡ് ലൈൻ എന്നുള്ളത് എക്സ് ഈക്വൽ ടു എ എന്നുള്ള ലൈനാണ്. ഓക്കെ, അപ്പോൾ ഈ ലൈനിൽ നമ്മളുടെ ഫംഗ്ഷൻ ലെഫ്റ്റ് സൈഡിലാണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നിന്നും ഈ ലൈനിലേക്ക് അല്ലെങ്കിൽ ഈ പോയിന്റ് എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വൈ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ മൈനസ് ലെഫ്റ്റ് സൈഡിൽ നിന്നാവുന്നതുകൊണ്ട് ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ പ്ലസ് ഇൻഫിനിറ്റിയാണ് വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ മൈനസ് ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോകുമ്പോൾ ഇത് ഇങ്ങോട്ട് വരുന്നു, റൈറ്റ് സൈഡിൽ നിന്ന് ഇതിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഇങ്ങോട്ട് വരുന്നു. സോ ഇതൊരിക്കലും ഈ ഒരു ഡോട്ടഡ് ലൈനിൽ ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഡോട്ടഡ് ലൈനിൽ ഇപ്പോൾ പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഇൻഫിനിറ്റിയിൽ വെച്ചിട്ട് ഇതിനെ ടച്ച് ചെയ്യുന്ന വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായി മാറും, ഈ കർവിൻ്റെ ഇൻഫിനിറ്റി എന്നുള്ള പോയിന്റിൽ വെച്ചുള്ള ടാൻജൻ്റ് ആയിട്ട് മാറും നമ്മളുടെ ഈ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ പിന്നീട് അത് ഡിസ്കസ് ചെയ്യും നമ്മൾ. സോ ഇനിയാണ് നമ്മൾ അസിംപ്ടോട്ട് എന്നുള്ള കേസിലെ ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്, ഈ ഒരു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് വെച്ചുകൊണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് the infinite limits that are defined here are not limits in the sense defined in section 1.1. നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്നുള്ളത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷന് എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അതുകൊണ്ട് ഈ എൽ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് എഴുതാണ്. അതിൻ്റെ മീനിങ് ഇതിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി എന്നുള്ളതല്ല, നമ്മളതൊരു ആ എക്സ്പ്രഷനെ ബിഹേവിയറിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് എഴുതുന്നത്. അപ്പോൾ അവിടുന്ന് അവിടെ ശ്രദ്ധിക്കേണ്ടത്. സോ ഡെഫിനിഷൻ, വെർട്ടിക്കൽ അസിംപ്ടോട്ടിൻ്റെ ഡെഫിനിഷൻ, ദ ലൈൻ എക്സ് ഈക്വൽ ടു എ. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രോബ്ലംസിലെല്ലാം നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യും,
ഒരു പോയിന്റ് കൺസിഡർ ചെയ്യും ഡൊമൈനിലുള്ള, അതിലേക്ക് എക്സ് അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു ലൈൻ, ഒരു ഡോട്ടഡ് ലൈൻ നമ്മൾ വരച്ച് ചെയ്യുന്നു, എക്സ് ഇക്വൽ ടു എ എന്ന് പറയുന്നത്. ഈ ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈൻ എക്സ് ഇക്വൽ ടു എ ഈസ് എ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഓഫ് ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഇഫ് അറ്റ് ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. എന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ പ്ലസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി, ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റി. അപ്പോൾ ഇത് ഈ പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഫിഗറാണ്. ഓക്കെ, അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നമ്മൾ എക്സ് ഈക്വൽ ടു എ എന്നുള്ള പോയിന്റിലേക്ക് അല്ലെങ്കിൽ ആ ലൈനിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ള ബിഹേവിയറാണത്. ഓക്കെ, അതായത് ഇതാണത്, ഇതിൻ്റെ മീനിങ് ഇതാണ്. ലെഫ്റ്റിൽ നിന്നും എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എക്സ് അപ്രോച്ച് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഇവിടെ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ, ഇവിടെ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ ഇതാണ് ഇവിടെ തന്നിട്ടുള്ള ഈ കേസുകളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടെങ്കിൽ, ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ നോക്കുക, എക്സ് ടെൻഡിങ് ടു എ, ഇവിടെയും എക്സ് ടെൻഡിങ് ടു എ, ഇവിടെയൊക്കെ എക്സ് ടെൻഡിങ് ടു എ ആണ്, എ പ്ലസ് ഓർ മൈനസ് എന്നുള്ളതാണ്. അതെങ്കിൽ നേരിട്ട് എ എന്ന് എഴുതാം, അതല്ലെങ്കിൽ എ പ്ലസ് എ മൈനസ്. അത് ഇൻഫിനിറ്റി ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആവുന്നുണ്ടെങ്കിൽ എക്സ് ഇസിക്വൽ ടു എ എന്ന് പറയുന്ന ആ വെർട്ടിക്കൽ ലൈന് എന്തായിരിക്കും, അതാണ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. ഇതാണ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ടിൻ്റെ കോൺസെപ്റ്റ് എന്നുള്ളത്. സോ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തിട്ടുള്ള ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x² എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 1/x², ഇവിടെ ഈ ഒരു വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനാണിത്, വൈ ആക്സിസ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ്, ഫങ്ഷണൽ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. എന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് കൂടെ എന്താണ് 1/x² ആണ്. സോ ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഈ കേസിൽ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടില്ല, എഫ് എക്സ് ഈക്വൽ ടു 1/x². സോ എക്സ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ നമ്മുടെ വൈ ആക്സിസ് ഈസ് ദ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഓഫ് ദ ഗ്രാഫ്. Another example of a function whose graph has a vertical asymptote is the natural logarithmic function y equal to log x. അതിൻ്റെ ഫിഗറാണ് ഇവിടെ തന്നിട്ടുള്ളത്, y equal to log ln x. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ്. ഓക്കെ, അതായത് ഇവിടെ റൈറ്റ് സൈഡിൽ നിന്നും 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ലൈൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ വരികയാണ്, എന്ന് വെച്ചാൽ മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് ln x ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമ്പിൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഫൈൻഡ് ദ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് 1/x minus 1, അതുപോലെ തന്നെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 പ്ലസ് 1/x minus 1, ആൻഡ് ദ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഓഫ് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x minus 1. അപ്പോൾ നമുക്കിതിൻ്റെ ലിമിറ്റ് കാണണം, അതിൻ്റെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കാണണം. സോ ഫ്രം ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x minus 1, ഇവിടെ ഫിഗർ 5 ഇതാണ് നമ്മളുടെ 1/x minus 1ൻ്റെ ഗ്രാഫ്. സോ ഇവിടെ എക്സ് ടെൻഡിങ് ടു 1 മൈനസ് എന്ന് വെച്ചാൽ 1 പറയുന്ന പോയിൻ്റ് ഇതാണ്. ഈ പോയിന്റിലേക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നും എക്സ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ്, വൈ എങ്ങോട്ടാണ് പോകുന്നത്, വൈ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്, മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് 1/x minus 1 എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കണ്ടത് ഫൈൻഡ് ദ ലിമിറ്റ്, ഇതാണ് ഇതിൻ്റെ ലിമിറ്റാണ്, അത് മൈനസ് ഇൻഫിനിറ്റി. അതുപോലെ തന്നെ എക്സ് ടെൻഡിങ് ടു 1 പ്ലസ് എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ നിന്നും എക്സ് 1ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫങ്ഷണൽ വാല്യൂ പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 പ്ലസ് 1/x minus 1 എന്ന് പറയുന്നത് പ്ലസ് ഇൻഫിനിറ്റി ആണ്. ഇതാണ് ഫസ്റ്റ് നമുക്ക് കാണേണ്ട ലിമിറ്റുകളെന്ന് പറയുന്നത്.
നൗ ദ ലൈൻ, സോ നമുക്ക് പറയാം എക്സ്, അപ്പോൾ നമ്മൾ നേരത്തെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ടിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ കണ്ടീഷൻസ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ടാണെന്ന് പറയാം ഈ ഫംഗ്ഷൻ്റെ. അപ്പോൾ ഇതിൻ്റെ ടാബുലർ വാല്യൂസ് തന്നിട്ടുണ്ട്. എക്സ് എഫ് ഓഫ് എക്സ് 0.9 എക്സ് ആകുമ്പോൾ -10 ആണ്. 0.99 ആകുമ്പോഴേക്കിനും -100 ആയി. അതായത് ഇവിടെ ആക്ച്വലി 1ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. എക്സുകൾ 1ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ആ സമയത്ത് എഫ് ഓഫ് എക്സ് ഇങ്ങനെ മൈനസ് ഓഫ് എ ലാർജ് നമ്പർ അതിലേക്കാണ് പോകുന്നത്. 1ലേക്ക് പോകുന്നതനുസരിച്ച് ഇവിടെ 10, 100 അതിന് അബ്സല്യൂട്ട് വാല്യൂസ് എടുക്കുകയാണെങ്കിൽ 1000 അങ്ങനെ ലാർജിലാണ്. പക്ഷേ മൈനസ് ഓഫ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് എന്തായി ഇൻഫിനിറ്റി. സോ അത് -ഇൻഫിനിറ്റി ആണ്. അതുപോലെ ഈ ഒരു കേസ് കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതും എക്സ് 1ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ഇതെന്ത് ചെയ്യാണ്, ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യണം. ഇത് ഓരോന്ന് അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ച് ഇത് വലിയ വലിയ സംഖ്യ ആയിട്ട് മാറണം. സോ വി ഹാവ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 - 1/x-1 എന്ന് പറയുന്നത് -ഇൻഫിനിറ്റിയും, ഈ ഒരു കേസിൽ ഇത് +ഇൻഫിനിറ്റി ആയി മാറും. ഓക്കെ, അതാണ് ഇതുള്ള നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്, നിങ്ങൾക്കത് റീഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളുടെ ഇതിൻ്റെ ഒരു അപ്ലൈഡ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി വെച്ചിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ട് എൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്യാം.